ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ തുടയിലെ ഫാറ്റ്, അതായത് ഈ തൈ മസിൽസിലെ ഫാറ്റും. ചിലർക്ക് ഈ തൈ മസിലിൽ വളരെ അമിതമായിട്ട് ഫാറ്റ് ഉണ്ടാകും. അവരുടെ ഫാറ്റ് കൂടുതൽ അടിയുന്നത് ഈ തുടയിലായിരിക്കും, വയറ് പോലെ തന്നെ തുടയിലും ബട്ടക്സിലും. അപ്പോൾ ഈ തുടയിലെ ഫാറ്റ് പെട്ടെന്ന് അകറ്റുവാനും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പിലെ ഈ ഭാഗത്തെ ഫാറ്റും അകറ്റുവാനുള്ള കുറച്ച് വ്യായാമമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കഴിവതും വീഡിയോ കണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ തുടയിലെ ഫാറ്റ് പോകാനോ അല്ലെങ്കിൽ വയറിലെ ഫാറ്റ് പോകാനോ മാത്രം ഫോക്കസ് ചെയ്യരുത്. ടോട്ടൽ ബോഡി ഫാറ്റ് കളയുവാനുള്ള വ്യായാമങ്ങൾ കൂടി ചെയ്യാൻ ശ്രമിക്കുക. വ്യായാമം കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കളയാനോ അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാനോ നമുക്ക് പറ്റില്ല. നമ്മുടെ ഭക്ഷണ ക്രമീകരണം നമ്മൾ നന്നായിട്ട് നിയന്ത്രിക്കണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മളുടെ ശരീരവും. അമിതമായി ഭക്ഷണം കഴിച്ചാൽ, അമിതമായി ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ഏത് സമയവും ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ അമിതമായിട്ട് ഫാറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഭക്ഷണത്തിന് നിയന്ത്രണം വന്നാൽ അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റും കുറയും. വ്യായാമങ്ങളെക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ഭക്ഷണ ക്രമീകരണം തന്നെയാണ്. അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഭക്ഷണ ക്രമീകരണത്തിന്, ഡയറ്റിന് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം വ്യായാമങ്ങളും. വീഡിയോ കണ്ട് നിങ്ങൾ അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉത്കടാസനമാണ്. ഇത് നമ്മുടെ കാലിലെ ഫാറ്റും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ശരിക്കും വർക്കൗട്ടായി ബോഡിയുടെ ഫുൾ ഫാറ്റും കളയാൻ നല്ലൊരു പൊസിഷനാണ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. അപ്പൊ ഞാൻ കുറച്ച് ടിപ്സ് കൂടി പറഞ്ഞു തരാം. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ കാല് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കാം അല്ലെങ്കിൽ അടുപ്പിച്ച് വെക്കാം. എന്നിട്ട് മുട്ടുകാല് ഇതുപോലെ വളയ്ക്കുക. രണ്ട് കൈയും അപ്പ് ചെയ്ത് മുകളിലോട്ട് നോക്കുക, ഇതുപോലെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ടിപ്സ് കൂടിയുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ ഒരു പൊസിഷൻ ചെയ്യുന്നത് 3 റൗണ്ടാണ്. അതിനുശേഷം റിലാക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ രണ്ട് കാലും ചേർത്ത് ഇതുപോലെ നിൽക്കുക. ഇനി രണ്ട് കൈയും അപ്പ് ചെയ്യുക, ഇതുപോലെ. ഇനി മുട്ടുകാലും മടക്കുക. നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കാം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ ഇതുപോലെ നിന്ന ശേഷം വിരലിലേക്ക് നോക്കുക. വിരൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ മുട്ടുകാല് ഒന്ന് പുറകോട്ട് കൊണ്ടുവന്ന് വിരൽ കാണാൻ പാകത്തിന് ഇതുപോലെ വെക്കുക. അതിനുശേഷം മുകളിലോട്ട് നോക്കുക. ഇനി നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. റിലാക്സ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് തൈ മസിൽ ശരിക്കും വർക്ക് ചെയ്തൊരു ഫീലിംഗ് കിട്ടും. നമുക്ക് 2 റൗണ്ട് കൂടി ചെയ്യാം. നിങ്ങൾക്ക് കഴിയുന്ന അത്ര താഴോട്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കലോറി ബേൺ ചെയ്യാൻ പറ്റും. ഒരു റൗണ്ട് കൂടി. രണ്ട് കൈയും ഉയർത്തുക. മുട്ടുകാല് മാക്സിമം മടക്കുക. മുകളിലോട്ട് നോക്കുക. 1 2 3 4 5. രണ്ട് കൈയും താഴ്ത്തുക. ഈ ചെയ്യുന്ന സമയത്ത് നട്ടെല്ലും ശരിക്കും ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. ഇനി 10 സെക്കൻഡാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ടൈം കൂട്ടി കൊണ്ടുവരിക. രണ്ട് കൈയും ഉയർത്തുക. മാക്സിമം ഇരിക്കുക. വിരല് കാണാൻ പറ്റണം. അതിനുശേഷം മുകളിലോട്ട് നോക്കുക. 1 2 3 4 5 6 7 8 9 10. ഇനി റിലാക്സ് ചെയ്യുക. ഇതുപോലെ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു 2 3 റൗണ്ട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് പശ്ചിമോത്താസനവും അതുപോലെ തന്നെ പൂർവോത്താസനവുമാണ്, കൗണ്ടർ പൊസിഷൻ. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട. ആദ്യം ശ്വാസം എടുത്ത് രണ്ട് കൈകളും ഇതുപോലെ ഉയർത്തുക. അതിനുശേഷം ശ്വാസം വിട്ട് വലതുകാലിന്റെ വിരലിൽ ഇതുപോലെ തൊടാൻ നോക്കുക. പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ വന്നാലും മതി, ഇതുപോലെ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈയും പിന്നിൽ വെച്ച് ഹിപ്പ് ഇതുപോലെ അപ്പ് ചെയ്ത് പിന്നോട്ട് നോക്കുക. അതിനുശേഷം ഹിപ്പ് ഡൗൺ ചെയ്യുക. പൂർവോത്താസനവും പശ്ചിമോത്താസനവും. ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും. അപ്പോൾ കാല് അടുപ്പിച്ച് വെക്കാം അല്ലെങ്കിൽ കുറച്ച് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈയും ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. ഞാൻ ബിഗിനേഴ്സ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇനി തല ഉയർത്തി രണ്ട് കൈയും പിന്നിൽ വെക്കുക.
ശ്വാസം എടുത്ത് അരക്കെട്ട് ഉയർത്തി പിന്നോട്ട് നോക്കുക. ശ്വാസം വിട്ട് അരക്കെട്ട് താഴ്ത്തുക. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ശ്വാസം വിട്ട് മുന്നോട്ട് വളയുക. രണ്ടാമത്തെ റൗണ്ടാണ്. ശ്വാസം എടുത്ത് തല ഉയർത്തുക. രണ്ട് കൈയും പിന്നിൽ വെക്കുക. അരക്കെട്ട് ഉയർത്തുക. ശ്വാസം വിട്ട് അരക്കെട്ട് താഴ്ത്തുക. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. മൂന്നാമത്തെ റൗണ്ട്. ശ്വാസം വിട്ട് മുന്നോട്ട് വളയുക. തല ഉയർത്തുക. അട്ടൽ സ്ട്രേറ്റ് ചെയ്യുക. രണ്ട് കൈയും പിന്നിൽ വെക്കുക. ശ്വാസം എടുത്ത് അരക്കെട്ട് ഉയർത്തുക. ഹിപ്പ് ഡൗൺ ചെയ്യുക. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. നാലാമത്തെ റൗണ്ട്. ശ്വാസം വിട്ട് മുന്നോട്ട് വളയുക. ആവുന്നത്ര വളയാം, ഓവറായിട്ട് ഫോഴ്സ് ചെയ്യേണ്ട. തല അപ്പ് ചെയ്യുക. രണ്ട് കൈയും പിന്നിൽ വെക്കുക. ശ്വാസം എടുക്കുക. അരക്കെട്ട് ഉയർത്തുക. അരക്കെട്ട് ഡൗൺ ചെയ്യുക. അഞ്ചാമത്തെ റൗണ്ട്. രണ്ട് കൈയും ഉയർത്തുക. ശ്വാസം എടുക്കുക. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. നട്ടെല്ല് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിടുക. മുന്നോട്ട് വളയുക. പറ്റുന്നത്ര വളയുക. ഇനി തല അപ്പ് ചെയ്യുക. രണ്ട് കൈയും പിന്നിൽ വെക്കുക. ഇനി വിരൽ ശരിക്കും പോയിന്റ് ചെയ്ത് ശ്വാസം എടുക്കുക. അരക്കെട്ട് ഉയർത്തുക. പിന്നോട്ട് നോക്കുക. അതിനുശേഷം അരക്കെട്ട് താഴ്ത്തുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 തവണ കൂടി ചെയ്യുക. പറ്റില്ലെങ്കിൽ റിലാക്സ് ചെയ്യുക. ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.